എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശിവനാണെങ്കിൽ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൈജയന്തിനോട് പറയാനായിട്ട്. അപ്പോൾ വൈജയന്തിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അതിന് ബാലേന്ദ്രനല്ലല്ലോ അവളെ അവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നത്, ആദ്യം അച്ഛനല്ലേ അവളെ അവിടെ പോയിട്ട് ബുക്ക് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു നാടകം ഉണ്ടായിരുന്നു. ആദ്യം അവിടെ ആ ഓർഫനേജ് നടത്തിയിരുന്ന ബ്രിജിത്താമ്മ ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പം അതിൻ്റെ പിന്നിലെല്ലാം ബാലേന്ദ്രൻ്റെ കളിയാണ് എന്ന് പറയൂ കേട്ടോ. അവളെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ കളിച്ചിട്ടുള്ള കളിയാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കമലയാണെങ്കിലും വൈജയന്തിനോട് പറയാണ്, അലീന ബാലേന്ദ്രൻ്റെ സ്വന്തം മകളാണ്, അയാൾ ഇതുവരെ നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആകെ ഒരു തകർന്ന അവസ്ഥയിലാണ് ഇത് കേൾക്കുന്ന സമയത്ത് വൈജയന്തിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതെ കമല പറഞ്ഞതെല്ലാം ശരിയാണ്, അവൾ ഇങ്ങനെ ബാലേന്ദ്രൻ്റെ സ്വന്തം മകൾ തന്നെയാണ് എന്ന് പറയും. ഇനിയിപ്പോൾ നീ അയാളോട് ഇങ്ങനെ വഴക്കടിക്കാനും ഒന്നിനും നിൽക്കണ്ട, അയാളോട് ഏറ്റുമുട്ടാനും നിൽക്കണ്ട, നീ മക്കളെ ഓർത്ത് ജീവിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. വൈജയന്തി ഒട്ടും കുറഞ്ഞു കൊടുക്കില്ല എന്ന് തന്നെയാട്ടോ പറയുന്നത്. അപ്പോൾ ഞാനിത് അങ്ങനെ വിട്ടു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ അവളെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുമ്പോൾ, നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്, അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനിയിപ്പോൾ നീ കൊല്ലും എന്നൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ കോടതി കേസ്, ജയില്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നാണക്കേട്, അതൊക്കെ ഓർത്തിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. ഇനിയിപ്പോൾ നിൻ്റെ മക്കളെ ഓർത്തെങ്കിലും നിനക്ക് അവരെ ഓർത്ത് ജീവിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തിക്ക് അതൊട്ടും പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ ചത്ത് ജീവിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കമല അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്ന, അതിനേക്കാളും നല്ലത് അങ്ങ് ചത്ത് കളയുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുമ്പോൾ, അതിനേക്കാളും ഭേദം ചത്ത് കളയുന്ന തന്നെയാണെന്ന് പറയട്ടെ കമല. അപ്പോൾ ശിവനാണെങ്കിൽ ഒരു നോട്ടം നോക്കും കമലേനെ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയൂട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കമല പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അലീനയായിരിക്കും അവിടെ ഭരിക്കാൻ പോകുന്നത്, അവളായിരിക്കും ഇനി അവിടുത്തെ റാണി, ഇനി നിന്റെ മക്കളും അവളുടെ കീഴിലായിരിക്കും എന്ന് പറയാൻ കേട്ടോ. ബാലേന്ദ്രൻ്റെ സ്വത്തെല്ലാം അവൾ അടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് എരികേറ്റി കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ, രണ്ടിലൊരാൾ മതി അവിടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പറയുന്ന സമയത്തും ശിവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, നീ എടുത്ത് ചാടി ഓരോന്ന് ചെയ്ത് വെക്കരുത്, നീ നിന്റെ മക്കളുടെ കാര്യം കൂടെ ഓർക്കണം, നിന്റെ മക്കൾക്ക് പിന്നെ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എടുത്ത് ചാടി ഓരോന്ന് ചെയ്യാൻ നിൽക്കരുത്, അയാളോട് ഏറ്റുമുട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്കാട്ടോ ചെല്ലുന്നത് വൈജയന്തി. മുത്തശ്ശിയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി വന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ മുത്തശ്ശി ഇങ്ങനെ, മോളെ നീ ഇത് എങ്ങനെയാണ് സഹിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശീനോടാണെങ്കിലും എനിക്ക് അവളെ കണ്ടപ്പോഴേ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തതാണ്, അന്ന് ഞാനത് പറയുകയും ചെയ്തു, ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഞാൻ അമ്മേനോട് എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ചോദിക്കുന്നത്, എങ്ങനെയാണ് മോളെ ഇനി നീ ആ ചതിയൻ്റെ കൂടെ ജീവിക്കുന്നത്, ഇത്രയും കാലം മോളെ അവൻ ചതിക്കുകയായിരുന്നല്ലോ എന്നൊക്കെയാട്ടോ മുത്തശ്ശി വൈജയന്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു, ഇനി നീ എടുത്ത് ചാടിയൊന്നും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴും മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി അവളെ നമുക്ക് അവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മുത്തശ്ശീനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകട്ടോ, ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് വൈജയന്തി അവിടെ നിന്ന് പോകുമ്പോഴും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ്. അത് കഴിഞ്ഞ് പിന്നീട് പോകാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് വൈജയന്തി. അപ്പോൾ ശിവനും കമലയും പിറകെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ശിവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എടുത്ത് ചാടി ഓരോന്ന് ചെയ്യരുത് കേട്ടോ, എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാനെന്ന് പറയും. അപ്പോഴും വൈജയന്തി നല്ല വാശി തന്നെയാണ്, ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, എന്തായാലും ഇനി ഞാൻ ഒരു ഇഞ്ച് പിറകോട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാട്ടോ കാറിൽ കയറി അവരോട് രണ്ടുപേരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പോൾ വൈജയന്തി അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മനു ആണെങ്കിലും തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും കേട്ടോ, കൈയൊക്കെ കാണിച്ച്. പക്ഷേ വൈജയന്തി ആണെങ്കിൽ മനുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കാർ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മനുവിന് എന്തായാലും കാര്യം മനസ്സിലായി, ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും വൈജയന്തി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അലീന ബാലേന്ദ്രൻ്റെ മകളാണെന്നൊക്കെ എന്തായാലും ശിവനും കമലയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട്. വൈജയന്തി ആണെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ശിവനും കമലയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർത്തിങ്ങനെ കരയാണ് കേട്ടോ. അലീന ബാലേന്ദ്രൻ്റെ സ്വന്തം മകളാണെന്നുള്ളതും ബാലേന്ദ്രൻ ഇത്രയും കാലം വൈജയനെ ഇങ്ങനെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ കമല പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ അലീനയായിരിക്കും അവിടെ ഭരിക്കുക എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളും എല്ലാം തന്നെ ഓർത്ത് വൈജയന്തിക്കാണെങ്കിലും സങ്കടം സഹിക്കാനാവാതെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വണ്ടി ഒരു റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കി അവിടെ കാർ നിർത്തിയിട്ട് അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. ഭയങ്കര കരച്ചിലാണ്
വൈജയന്തി ആണെങ്കിലും പിന്നീട് രാത്രിയിലാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അത്യാവശ്യം നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ബബിതയാണ് വന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അമ്മ കുറേ സമയമായല്ലോ കൊല്ലപ്പള്ളിയിൽ നിന്ന് പോന്നിട്ട്, എന്താ ഇവിടെ എത്താൻ ഇത്ര വൈകിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിനോട്. പക്ഷേ വൈജയന്തി അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഇല്ലേ എവിടെയെന്ന്. അപ്പം അച്ഛൻ കുറച്ച് നേരത്തെ പുറത്തേക്ക് പോയി എന്ന് പറയും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്കാണോ പോയത് അതോ അവളും കൂടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അച്ഛൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ അവൾ എവിടെയെന്ന് ചോദിക്കും. അവൾ റൂമിൽ കാണും എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ പിന്നെ നേരെ അലീനയുടെ റൂമിലേക്കാട്ടോ ചെല്ലുന്നത്. അലീന ഈ സമയത്ത് തുണികളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ഭയങ്കര ദേഷ്യത്തിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇവിടെ കയറി വന്ന നാളെ തൊട്ട് നീ അനാഥാലയത്തിലാണ് വളർന്നത്, നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും ആരാന്നൊന്നും അറിയില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും വൈജയന്തി ഭയങ്കര ദേഷ്യത്തിലാട്ടോ ഓരോന്ന് ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ജനിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു കുടുംബത്തിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പേര് എനിക്ക് പറയാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഒരാൾ പറഞ്ഞു തന്ന അറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പം ബാലേന്ദ്രൻ്റെ മകൾ തന്നെയാണോ നീ ശരിക്കും? അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇത്രയും നാടകം കളിച്ചത്, ബാലേന്ദ്രന് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പറയും, കല്യാണത്തിന് മുന്നേ ഒരു വിധവയായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതും ഒരു ആംഗ്ലോ ഇന്ത്യൻ. എനിക്കിതെല്ലാം കേട്ടിട്ട് എന്നോട് തന്നെ അറപ്പ് തോന്നുകയാണെന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയൂ കേട്ടോ. പലീന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അറപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ നീ എന്താടി അങ്ങനെ പറഞ്ഞത്, നീ പലപ്പോഴും ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കാറുണ്ട്, നിൻ്റെ കുടുംബമാണ് നിൻ്റെ സഹോദരങ്ങളാണ് എന്നൊക്കെ. അപ്പോൾ അന്ന് നീ പറഞ്ഞതിൻ്റെ ഇത് എനിക്ക് മനസ്സിലായില്ല, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്ത് നീ ഇങ്ങനെ തട്ടിയെടുക്കാമെന്നും നിനക്ക് അനുഭവിക്കാമെന്നും നീ വിചാരിക്കേണ്ടെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും വേണ്ട മാഡം, ഞാൻ ഇപ്പോഴും ജോലി ചെയ്ത് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ട എന്നുള്ളത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അച്ഛൻ്റെ മകളായിട്ട് ഒരു ജോലിയും ചെയ്യാതെ ടി വിയും കണ്ടിരിക്കാം, പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ ജീവിക്കുന്നത്, ഞാൻ ഇപ്പോഴും അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒന്നിയിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാൾ ഈ വീട്ടിൽ മതി, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ വാഴാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ഭയങ്കര ദേഷ്യത്തിലാട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പലീനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീനയാണ് ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ വൈജയന്തിയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ അകത്തേക്ക് കയറുന്നതും മുകളിലേക്ക് പോകുന്നതും എല്ലാം നോക്കിക്കൊണ്ട്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഒരു ഭയങ്കര സങ്കടത്തിലും എന്തോ പ്രയാസമുള്ള പോലെയൊക്കെയാണ് കേട്ടോ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അലീനയാണെങ്കിലും വൈജയന്തിനെ ഒന്ന് നോക്കിയിട്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് പോയതിൻ്റെ പിറകെ തന്നെ അലീനയും മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ദേഷ്യത്തിൽ അലീനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അലീനയും ബാലേന്ദ്രൻ്റെ പിറകെ പോകുമ്പോൾ പിന്നീട് അലീന ചെന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛന് കഴിക്കാൻ എന്തെങ്കിലും വേണോ, അച്ഛൻ എന്താ ഇത്രയും നേരം വൈകിയത് വരാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാനൊന്നും വേണ്ട, നീ പോയി കിടന്നോ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയും. അപ്പോൾ അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛന് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോയെന്ന്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ബാലേന്ദ്രൻ തിരിച്ച് മറുപടിയും കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അലീന വൈജയന്തിയുടെ കാര്യം കേട്ടോ പറയുന്നത്. അതിനെ എല്ലാവരും കൂടെ ഇട്ടിങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം ഒന്നും അറിയാതെ എങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണമില്ല, ഉറക്കമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പാവം എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ അങ്ങനെ പറയുന്നത് എനിക്കറിയാം, അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയാമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറയുന്നത്, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിനറിയോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചെയ്തതിനുള്ളതാണ് അവൾ അനുഭവിക്കുന്നത് എന്നൊക്കെയാണ് ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തതാണ്, വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിൽ അതിനെ പൂവിട്ട് പൂജിച്ചേനെ, ചെയ്ത് തെറ്റേറ്റ് പറഞ്ഞ് കാലിൽ വീണേനെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പക്ഷേ ഇത് അതൊന്നല്ലല്ലോ ചെയ്യുന്നത്, ചെയ്ത് തെറ്റിനെ കുറിച്ച് ഓർക്കാതെ എന്നെ അടിച്ചമർത്തല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താ തിരിച്ച് പറയേണ്ടതെന്ന് അറിയാതെ അലീനയാണെങ്കിലും വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. അതിൽ വൈജയന്തി ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈജയന്തിനോടും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനേനെ എന്തായാലും അവിടെ നിന്ന് പറഞ്ഞു വിടില്ല എന്ന് ബാലേന്ദ്രൻ തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ അത് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ വൈജയന്തി ആണെങ്കിലും രാത്രി കാറൊക്കെ എടുത്ത് ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വൈജയന്തിക്ക് ആക്സിഡൻ്റ് ആവുന്നുണ്ട്, ഹോസ്പിറ്റലാവുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ച്